അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഇടാറില്ല. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ്. ഷോർട്സ് വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടുകൊണ്ടായിരുന്നുള്ളൂ. പിന്നെ അതും കുറച്ച് നാളായിട്ട് ഇല്ല അല്ലേ. അപ്പോൾ അത് കുറച്ച് മടിയൊക്കെ കാരണമാണ്. അപ്പോൾ നമുക്കിനി മോണിറ്റൈസേഷൻ ആവാൻ വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് സംഭവം നമുക്കിനി റെഡിയായി വരാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യും ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ ലോങ് വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അതായത് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നില്ല. ഈ വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ഞാനിങ്ങനെ എടുക്കും, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്ന സമയത്ത് ഫോൺ എന്തായാലും പണി തരും. അപ്പം ഞാനിപ്പോൾ സ്പേസ് സ്റ്റോറേജ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഞാൻ എന്തായാലും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഞാൻ ഇടും. അപ്പോൾ എൻ്റെ മുമ്പിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനും വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം ഈ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വയനാട്. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ. അപ്പം എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് നമ്മൾ ഐശ്വര്യമായിട്ട് കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്തുമ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറി നേരെ വിട്ടു ഗൈസ് പാരഗൺ ഹോട്ടലിലോട്ട്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പാരഗൺ ഹോട്ടലിലേക്ക് എത്തി ഗൈസ്. അവിടെ നമ്മൾ കുറച്ച് പേര് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ എന്തായാലും രാവിലെ ബിരിയാണി കഴിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ വെള്ളപ്പവും ഗ്രീൻ പീസ് മസാല കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ബിരിയാണീനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് ഗ്രീൻ പീസ് കറി. അതിന് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളപ്പമാണ് ഗൈസ്. അതും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഹോട്ടലിലെ പുറത്ത് ചെന്നപ്പോൾ ഇതിൻ്റെ പേര് കാണാനില്ല ഗൈസ്. മുകളിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വയനാട്ടേക്കാണ്. കോഴിക്കോട് നമ്മൾ നേരെ വയനാട്ടേക്ക് വെച്ച് പിടിച്ചു ഗൈസ്. എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് വലിയ ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് 900 കണ്ടി എന്നുള്ള ഒരു ലൊക്കേഷനിലോട്ടാണ്. 900 കണ്ടി അങ്ങനെ എങ്ങാണ്ടാണ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ ബാലി സ്വിങ്ങും അതേപോലെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റോഷിനി ചേച്ചിയാണ് ബാലി സ്വിങ്ങിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണ് ഗൈസ്. പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻസിലാണ്. അവസാനം കുറച്ച് പേടിയൊക്കെ ആയി. ബട്ട് സ്റ്റിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേടി തൊണ്ടികൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ദീപ്തിയാണ്. പുള്ളിക്കാരി ഫോട്ടോസിന് വേണ്ടി മാത്രം കയറിയതാണ്. ഭയങ്കര പേടിയായിരുന്നു. ദീപ്തി, റോഷ്നേച്ചി, ഞാൻ, ധന്യ, ഇത്രയും പേര് മാത്രമായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ധന്യക്ക് പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. ധന്യ അത്ര പേടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാനായിരുന്നു ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത്. താങ്ക് യു ഗൈസ്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ അമ്മാതിരി ബഹളമാണ് അവിടെ വെച്ചത്. അവിടെ എനിക്ക് തോന്നി ഓൾമോസ്റ്റ് എല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് കേട്ടിട്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് ആണ്. അത് നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി ഗൈസ്. അവിടെ നല്ല അടിപൊളി ഫീലിംഗ് ആയിരുന്നു. താഴെ നോക്കുമ്പോൾ ചെറുതായിട്ട് തലകറങ്ങുന്നുണ്ടായിരുന്നു. താഴെ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അപ്പം അതും കണ്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം റിസോർട്ടിലേക്കാണ് ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ്, സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റിസോർട്ടിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ട് സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. അവിടെ ഈ പൂളൊക്കെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളമൊക്കെ ഭയങ്കര ആക്രാന്തമാണ് വെള്ളത്തിനോട്. ഈ പൂളൊക്കെ സ്വിമ്മിങ് പൂൾ എനിക്ക് വിസ്മയ വണ്ടർല പോലെയുള്ള വാട്ടർ തീം പാർക്കിനോടൊക്കെ ഭയങ്കര ആക്രാന്തമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ക്ലാസ് കൊണ്ടാണ് ഞാൻ വന്നത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അവർ നമ്മുടെ ക്ലാസ്സൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റിസോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റേയും അതേപോലെ അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതിനകത്ത് 2 റൂമും 1 ഹാളും അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പുറത്ത് പോയി ഗൈസ്. വൈകുന്നേരം നമ്മളൊന്ന് പുറത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിത്തോട്ടത്തിലേക്കാണ് ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ റീൽസ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ട് പോയി. എന്നിട്ട് നമ്മൾക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവിടെ അടുത്തുണ്ടായ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ഗൈസ്. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പെരി പെരി അൽഫാം മന്തി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ആയിരുന്നു. നമുക്ക് റിസോർട്ടിൽ വേണമെങ്കിൽ നമ്മൾ അവിടെ ബുക്ക് ചെയ്ത് അവർ ചെയ്തു തരും. പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോയി ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് രാത്രി പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയറും എൻജോയ് ചെയ്ത് കുറച്ചധികം നേരം ക്യാമ്പ് ഫയറിൽ നിന്നിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി ഗൈസ്. നമ്മൾ ഉറങ്ങിയില്ല. അതിന് പകരം നമ്മളുടെ ഒരു ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും റോഷനേച്ചിയും ഒക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിച്ച് തിമർത്തു. അതൊക്കെ നമ്മൾ ഡാൻസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള പ്ലാനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് രാവിലത്തെ വ്യൂ ഗൈസ്. രാവിലത്തെ വ്യൂ അടിപൊളിയാണ്. പൊതുവേ ഞാൻ രാവിലെ എണീക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ വളരെ എന്താ പറയുക റെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഇത് ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അത്ര കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂരിയും വെള്ളപ്പവും അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ചായപ്പൊടി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റിൽ പോയിട്ട് അതും കൂടെ വാങ്ങി. അതും കഴിഞ്ഞ് നമ്മൾ ബാനസുര ഡാമിലാണ് ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അവിടെയും പോയി. അതും കഴിഞ്ഞ് റോഷനേച്ചിക്ക് ഭയങ്കര സ്പൈസസ് പ്രാന്തായതുകൊണ്ട് കുറച്ച് ഫ്രഷ് സ്പൈസസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഗൈസ് ഇവിടെ. പക്ഷെ അവിടുത്തെ ഭയങ്കര റേറ്റും കണ്ടിട്ട് നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര റേറ്റാണ്. മേ ബി അത് ഫ്രഷും അതേപോലെ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ ആയതുകൊണ്ടായിരിക്കണം അത്രയും റേറ്റ്. അവിടുന്ന് ഒരുപാട് പേര് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ സൺഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ അധികവും ലീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ മെഷീൻസൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവിടെ തന്നെ ചെയ്യുന്ന ഇത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അവിടെ തന്നെ ചെയ്യുന്ന ചോക്ലേറ്റാണ്. മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അതേപോലെ വൈറ്റ് ചോക്ലേറ്റും ഒക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമുക്ക് തന്നതായിരുന്നു ഗൈസ്. നോർമൽ അങ്ങനെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാങ്ങ ഉണക്കി പൊടിച്ച് അതിലുണ്ടാക്കുന്ന ഒരു സാധനം എന്നാണ് അവർ പറഞ്ഞത്. മുളകും നെല്ലിക്ക തേനിലിട്ടതും അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ മാങ്ങ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും വെറൈറ്റി ആയതുകൊണ്ട് വാങ്ങിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്നൂരു എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഈ ജീപ്പൊക്കെ ആദ്യമേ ബുക്ക് ചെയ്യണം. അത്യാവശ്യം ഒരു 1 hour 1.5 hour ഒക്കെ വെയിറ്റ് ചെയ്താലേ നമുക്കൊരു ജീപ്പ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ജീപ്പിൽ നേരെ കയറി പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതാണ് അവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറാണ്. പക്ഷെ കുറച്ചധികം നടക്കണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു കുറച്ച് പേര് നടക്കാണ്ട് ഇവിടെ മടിച്ചുകളായിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പോകാൻ താല്പര്യമുള്ളവർ മാത്രം മുകളിൽ പോയിട്ട് കണ്ടിട്ട് വന്നു ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് പേര് താഴെ നിന്ന് കാഴ്ചകൾ കണ്ട് രസിച്ചു. പക്ഷേ ഇവിടെ വരാനുള്ള ആൾക്കാർ ഭയങ്കര തിക്കും തിരക്കായിരുന്നു കേട്ടോ. അവിടെ ആ ജീപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് കിട്ടാൻ വേണ്ടി ആ പൊരി വെയിലത്ത് എന്തോരം വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ. അത്രയ്ക്കും തിരക്കാണ് അവിടെ. അതേപോലെ നല്ല വ്യൂ ആയിരുന്നു ഗൈസ്. അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ഇത് ഇത്രയും ആൾക്കാർ പോയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജീപ്പിനൊക്കെ ടോക്കൺ എടുക്കണം. അങ്ങനെ അവസാനം നമുക്കൊരു ജീപ്പ് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ അതിൽ എൻജോയ് ചെയ്ത് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ ഫുഡ് അടിയാണ് ഗൈസ് ഇത്. എൻ്റെ കോൾഡ് കോഫിയാണ് ഗൈസ്. എനിക്ക് കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടമാണ് വിത്ത് ഐസ്ക്രീം. അങ്ങനെ നമ്മൾ ഒരു ഷവർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ഒരു ഷവർമ, എല്ലാവർക്കും ഒരു ബൈറ്റ്. അങ്ങനെ ഷവർമ നല്ല ഒരു ബൈറ്റ് കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഷവർമ.
അങ്ങനെ എല്ലാവരും ഒരു ഷേക്കും ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷവർമ്മ സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് വന്നിട്ട് കല്ലുമ്മക്കായ കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് കല്ലുമ്മക്കായ. ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കഴിച്ചത് കല്ലുമ്മക്കായേ അല്ലായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പൊറോട്ടയും ചില്ലി ചിക്കനും, പിന്നെ അത് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഫുള്ള് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഷെയർ ഇട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ രഞ്ജിത്ത് ബ്രോ, ഇത്രയും നേരം നമ്മളെ സഹിച്ച് പിന്നെ നമ്മളെ കൂടെ എല്ലാ ഹെൽപ്പിനും നിന്ന് രഞ്ജിത്ത് ബ്രോ ആണ് ഗൈസ് ഇത്. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ ട്രെയിനും വന്നു. ട്രെയിൻ നമ്മൾ നേരെ നാട്ടിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഗൈസ് ഇത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.